ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ എങ്ങനെയാണ് നമുക്ക് റീകണക്റ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻസിൽ നിന്ന് കുറച്ച് പ്രോപ്പറായിട്ട് എല്ലാവരും പറയുന്ന കുറച്ച് കമൻസ് ഉണ്ടല്ലോ, ഒരേപോലെ വരുന്ന കുറച്ച് കമൻസുകളിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ട് വീഡിയോ ആക്കി ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ബന്ധങ്ങളെ എങ്ങനെയാണ് നമുക്ക് റീകണക്റ്റ് ചെയ്യുക. അപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് എന്നെ ബ്ലോക്ക് ചെയ്തു, എനിക്ക് കോള് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്, ഞങ്ങൾ ഒത്തിരി വർഷം ഇതാണ് അഫെയറിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, കോൺടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കളയുന്നു, പിന്നെ അവസാനം ബ്ലോക്ക് ചെയ്തു, ഞാനൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒന്നും അവനുമില്ല, പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഫാമിലി പ്രോബ്ലം ആണോ എന്താണോ, ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അവൻ എന്നെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ, അതായത് ഒരാൾ നമ്മളെ അത്രയും സ്നേഹിച്ചു, നമ്മളും അങ്ങോട്ട് സ്നേഹിച്ചു, അപ്പോൾ അങ്ങനെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മളെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, നമ്മളൊന്ന് അകന്നു പോകുന്നു. ചിലപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടോ, നമ്മൾ ആരെയും ന്യായീകരിക്കുന്നില്ല, ചിലപ്പോൾ 2 പേരുടെ തെറ്റായിരിക്കാം, എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കൊണ്ട് പിരിഞ്ഞു പോകുന്നു. പക്ഷേ തിരിച്ച് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, അതായത് ഞങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് തിരിച്ച് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നമുക്ക് റീകണക്റ്റ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്തവരെ ആ ബ്ലോക്ക് മാറ്റി നമ്മൾ പറയാതെ, നമ്മൾ മറ്റൊരു വ്യക്തി അടുത്ത് പറയാതെ, അവൻ്റെ അടുത്ത് പറയണേ ഒന്ന് ബ്ലോക്ക് മാറ്റണേന്ന് ആ രീതി പറയാതെ, അതായത് നമ്മൾ അവനെ വിളിക്കാതെ അവൻ്റെ മനസ്സിൽ തോന്നി അവൻ എങ്ങനെയാണ് നമ്മളെ ബ്ലോക്ക് മാറ്റുന്നത് എന്നത്തെ രീതിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതൊരു മാനിഫെസ്റ്റേഷൻ രീതിയാണ്. നമ്മുടെ ചിന്ത വഴി അവൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം ജനിപ്പിച്ചുകൊണ്ട്, അതായത് നമുക്ക് ബ്ലോക്ക് വെച്ചിരിക്കുന്ന ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോണാണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും ഫോണുണ്ട്. പിന്നെ രണ്ടാമത് വേണ്ടതെന്ന് പറയുന്നത് ഫോട്ടോയാണ്. നമ്മുടെ ഫോണിൽ ഫോട്ടോ ഉണ്ടായിരിക്കണം. ഫോട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഏറ്റവും പവർഫുള്ളായിട്ട് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഫോട്ടോ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്ത ഒരാളുടെ ബ്ലോക്ക് മാറ്റി അദ്ദേഹം തിരിച്ച് വിളിച്ച് അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്കണത്, കുറച്ചും കൂടെ ആ ഒരു റീകണക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആദ്യം ഇതിനായിട്ട് നമ്മൾ വേണ്ടത് ഫോണാണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മെഡിറ്റേഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ റൂമിലെ ഏറ്റവും നല്ല വൃത്തിയുള്ള, നമ്മൾ എന്നാൽ ഏറ്റവും കൂടുതൽ ശാന്തമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഓക്കെ ആണല്ലോ. നമ്മൾ ശാന്തമായിട്ടൊരു പ്ലേസ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് ചിലർ ഇങ്ങനെ ചമ്രം മണഞ്ഞിരിക്കും, ചിലർ നേരെ ഇരിക്കും, ചിലർ നമ്മൾ നടുനിവർത്തി ഇങ്ങനെ നേരെ ഇരിക്കും, ചിലരിങ്ങനെ വളഞ്ഞും അതൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ, മാക്സിമം വളഞ്ഞിങ്ങനെ ഇരിക്കാതിരിക്കുക, നമ്മൾ അത്യാവശ്യം നടുവൊക്കെ നിവർത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കുക. അതായത് നമ്മൾ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്, ആ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇരിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ചുറ്റും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതായത് മറ്റൊരാളിലേക്ക് നമ്മൾ ഫോക്കസ് പോകാതെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിച്ച പേഴ്സൺ ബ്ലോക്ക് മാറ്റി തിരിച്ച് വിളിക്കണം, ബ്ലോക്ക് മാറ്റണം എന്ന ചിന്തയാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് വേറെ ആരും ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണം ആ റൂമിൽ ഉണ്ടാവുക. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഫോൺ എടുക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ എൻ്റെ ഫോണാണെന്ന് വിചാരിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്ത ശേഷം ഫോൺ കയ്യിൽ പിടിച്ച ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടാണ്. അതായത് ബ്രീത്ത് ഇൻ ചെയ്യുക, ഏകദേശം 20 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമ്മൾ 20 പ്രാവശ്യം ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളല്ല, നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ആദ്യം നമ്മൾ വേണ്ടത് നമ്മുടെ മൈൻഡ് റിലാക്സേഷനാണ്. നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ശാന്തമായിരിക്കണം, ശരീരവും നല്ല രീതിയിൽ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം വേണ്ടത് നല്ല രീതിയിൽ കാമായിട്ടിരിക്കുന്നു. അതിനുശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. ഏറ്റവും നന്നായിട്ട് പവർഫുള്ളായിട്ട് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ഏകദേശം 20 പ്രാവശ്യമെങ്കിലും, മെഡിറ്റേഷൻ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ 20 പ്രാവശ്യമെങ്കിലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കാം. ആദ്യം
എന്താണ് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നു, പിന്നെ ശാന്തമായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ആ ഒരു രീതി നമ്മൾ ചെയ്യുന്നു. 20 പ്രാവശ്യം ചെയ്യുന്നു. 20 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യത്തില്ലേ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വായിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ശ്വാസം പുറത്ത് നമ്മൾ കളയില്ലേ, അപ്പോൾ അത് വായിലൂടെ തന്നെ തിരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതായത് വായിലൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കുറച്ചൊന്ന് റിലാക്സേഷനിലേക്ക് കടക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ റിലാക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടിരിക്കും. നമ്മുടെ പേശികളും നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കുറച്ചൊന്ന് അയവ് വരും. നമ്മുടെ ബോഡി മൊത്തത്തിൽ, നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. നമ്മുടെ ബോഡിയും പേശികളും ഒക്കെ ഒന്ന് അയയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറും അതുപോലെ തന്നെ അവിടെ എല്ലാം കുറച്ചൊന്ന് ശാന്തമായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റിലാക്സേഷൻ മെത്തേഡ് നമ്മൾ ചെയ്തു. 20 പ്രാവശ്യം ചെയ്ത ശേഷം നമ്മൾ ഫോൺ എടുക്കുന്നു, ഫോണിൻ്റെ ഗാലറി എടുക്കുന്നു. ഗാലറിയിൽ നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഫോട്ടോ എന്തായാലും ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ സേവ് ചെയ്തോ വെക്കുക. ഗാലറിയിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലവറോ നിങ്ങളുടെ പാർട്ട്ണറുടെയോ ഫോട്ടോ ഇല്ലാതിരിക്കത്തില്ലല്ലോ. ഇനി ഫോട്ടോ ഇല്ല എന്ന് വിചാരിക്കാം. ഫോട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലവറുടെ ആയാലും പാർട്ട്ണറുടെ ആയാലും ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അവളെ എന്തായാലും എന്നെ ഡിലീറ്റ് ചെയ്തു, എന്തായാലും എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഇനി എന്തിനാ വെച്ചുകൊണ്ട് നടക്കുന്നേ എന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു പേഴ്സൻ്റെ മുഖം നന്നായിട്ട് വിചാരിക്കണം. നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാത്തത്. ഫോട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് മെഡിറ്റേഷൻ പവറിലൂടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ തോട്ടിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. അപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. പവർഫുള്ളായിട്ട് നമുക്ക് ആ ഒരു കാര്യം എളുപ്പം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്ത ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കുന്നു. ആ ഫോട്ടോ ജസ്റ്റ് നമ്മളൊന്ന് നോക്കുന്നു. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഫോട്ടോയിൽ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്കാണ്. നമ്മുടെ കണ്ണ് നേരെ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് തന്നെ എന്ത് ചെയ്യാം, നോക്കാം. കണ്ണുകളിലേക്ക് നോക്കി ഒരു 5 മിനിറ്റ് ജസ്റ്റ് ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നല്ല നല്ല ഓർമ്മകൾ എന്ത് ചെയ്യണം, റീവൈൻഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ട് എന്താണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല സമയങ്ങൾ, ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ് ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഞാൻ എന്ത് ചെയ്യണം, ഫോട്ടോയ്ക്കകത്തുള്ള ആ പുള്ളിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ തോട്ട് അങ്ങോട്ട് അഗാധമായിട്ട് എൻ്റെ കണ്ണിൻ്റെ ആ ഒരു മൈൻഡ് പവർ കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത ശേഷം ഞാൻ നേരെ പതിയെ എന്ത് ചെയ്യാണ്, ഈ ഒരു 5 മിനിറ്റ് ശേഷം നോക്കിയ ശേഷം പതുക്കെ കണ്ണുകൾ എടുക്കുന്നു. കണ്ണുകൾ എടുത്ത ശേഷം നേരെ ഞാൻ എൻ്റെ കണ്ണുകൾ പതിയെ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ണുകൾ ക്ലോസ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കണ്ണുകൾ ക്ലോസ് ചെയ്തു. അപ്പോൾ മനസ്സിൽ അത്രയും നേരം നമ്മൾ ചില ഇൻസ്റ്റഗ്രാം പല റീൽസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ നേരം ഒന്നിൻ്റെ ഇതിനകത്തോട്ട് നമ്മൾ കണ്ണ് നോക്കിയിട്ട് നേരെ ഭിത്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ രൂപം നമുക്ക് അവിടെ എന്താണ് ആ ഭിത്തിയിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളൊരു 3D പല മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സൈക്കോളജിക്കലായിട്ടുള്ള ട്രിക്കുകൾ. ഒരു ഫോട്ടോ കാണുന്നു, ആ ഫോട്ടോ കുറേ നേരം നോക്കിയിട്ട് 10 മിനിറ്റുള്ളിൽ നിങ്ങളുടെ എന്താണ് ഭിത്തിയിൽ നോക്കുക. ഭിത്തിയിൽ നോക്കുമ്പോഴത്തേക്ക് ആ അതേ രൂപം അവിടെ കാണുന്ന കണക്ക് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പറഞ്ഞത് നമ്മുടെ ഐബോൾ കറക്റ്റ് വേറെ എങ്ങും ചലിപ്പിക്കാതെ അതിനകത്തോട്ട് തന്നെ നോക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ആ പുള്ളിയുടെ രൂപം കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ആഴത്തിൽ പതിയാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നല്ല രീതിയിൽ നിങ്ങൾ നല്ല മെഡിറ്റേഷനിലൂടെ നല്ല ഫോക്കസ് ചെയ്തിട്ട് ആ ഫോട്ടോ തന്നെ നോക്കുക. ഇനി നോക്കിയ ശേഷം നിങ്ങൾ കണ്ണുകൾ പതിയെ അടയ്ക്കുന്നു. കണ്ണുകൾ പതിയെ അടച്ച ശേഷം നിങ്ങൾ മൈൻഡിൽ ആ രൂപം കൊണ്ടുവരുന്നു. അതായത് നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള രൂപം. ഇപ്പം നിങ്ങൾക്ക് ഗാലറിയിൽ 1 ഫോട്ടോ നോക്കുന്നു, 2 ഫോട്ടോ നോക്കുന്നു, 3 ഫോട്ടോ നോക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പല രൂപങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ഫോട്ടോ മാത്രമുള്ളവരാണെങ്കിൽ 1 ഫോട്ടോയിൽ നോക്കാം. ഒന്നിലധികം ഫോട്ടോയാണെങ്കിൽ ഏകദേശം ഒരു 3-4 ഫോട്ടോസ് കണ്ടിന്യൂസ് മാറിയും തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുക. ജസ്റ്റ് 5 മിനിറ്റ് ഒരു ഫോട്ടോ നോക്കുക, അതിനുശേഷം 5 മിനിറ്റ് ഒരു ഫോട്ടോ നോക്കുക, പിന്നെ അതിനുശേഷം 5 മിനിറ്റ് ഒരു ഫോട്ടോ നോക്കുക. പല പോസിലുള്ള പല സ്റ്റൈലിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് നോക്കി കണ്ണിൽ മാത്രം നോക്കുക. അതായത് വേറെ ബോഡിയിൽ എങ്ങോട്ട് നോക്കരുത്, നിങ്ങൾ കണ്ണിലോട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ 2 കണ്ണുകൾ ആ വ്യക്തിയുടെ 2 കണ്ണുകളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഫോക്കസ് ചെയ്ത ശേഷം നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നു. കണ്ണുകൾ നന്നായിട്ട് അടച്ച ശേഷം ആ വ്യക്തിയുടെ ആ ഒരു മുഖം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരണം. അതായത് ആ വ്യക്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായാലും ഫോട്ടോയിൽ എന്താണ് ഏത് രീതിയിലാണ് നിൽക്കുന്നത് ആ രീതിയിൽ നമ്മുടെ കണ്ണുകളിലേക്ക് ആ ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കണം. ഇനി ആ വ്യക്തിയുടെ ഫോട്ടോ മനസ്സിൽ പതിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ആ വ്യക്തിയുടെ ഏകദേശം ഈ ഒരു 2 പാർട്ടുണ്ടല്ലോ,
അപ്പോൾ അതിനുശേഷം നമ്മൾ ആ വ്യക്തി ആലോചിച്ച ശേഷം മനസ്സിൽ കൊണ്ടുവന്ന ശേഷം നിങ്ങൾ അടുത്തത് ഭയങ്കര കാര്യം. അപ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ, അതായത് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് വെച്ച വ്യക്തിയുടെ 2 പിരികത്തിനിടയ്ക്കുള്ള ഈ ഒരു മധ്യഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മധ്യഭാഗം നമ്മൾ ഗേൾസ് നമ്മൾ പൊട്ടൊക്കെ ഇടുമ്പോൾ ഉള്ള ഈ ഒരു മധ്യഭാഗം ഉണ്ടല്ലോ, നല്ല കാറ്റാണ് കഴിച്ചപ്പോൾ ഇവിടെ. അപ്പോൾ ഈ ഒരു മധ്യഭാഗത്തേക്ക് തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കിയ ശേഷം നിങ്ങൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുക. അതായത് ഇതൊരു അഫർമേഷനാണ്. കണ്ണുകൾ അടയ്ക്കുന്നു, മനസ്സിൽ ആ വ്യക്തിയുടെ മുഖം വരുന്നു. മുഖം വന്ന ശേഷം ആ വ്യക്തിയുടെ ഈ 2 പുരുകത്തിൻ്റെ ഈ നടുക്കുള്ള ഈ ഒരു ഭാഗത്തേക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് പോകുന്നു. അതായത് കണ്ണുകൾ അടച്ച് ആ മനസ്സിൽ ഓർക്കുന്നു, ആ വ്യക്തിയുടെ ഈ ഒരു ഭാഗം തന്നെ നല്ല ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്: നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒന്നാമത്തെ അഫർമേഷനാണ് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. രണ്ടാമത്തത് നീ എന്നെ ഇഷ്ടപ്പെടുന്നു. ഒന്നാമത്തത് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. രണ്ടാമത്തത് നീ എന്നെ ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തത് നീ എനിക്ക് മാപ്പ് നൽകുന്നു. നാലാമത്തത് ഞാൻ സന്തോഷവാനാകുന്നു. ഒന്നാമത്തത് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. 2 നീ എന്നെ ഇഷ്ടപ്പെടുന്നു. 3 നീ എനിക്ക് മാപ്പ് നൽകുന്നു. 4 ഞാൻ സന്തോഷവാനാകുന്നു. ഈ 4 അഫർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഫർമേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫോക്കസോടെ ഈ കാര്യം പറയുക. പറഞ്ഞ ശേഷം നേരെ കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ആക്ച്വലി ഒന്ന് ഫ്രഷ് ആകും. അപ്പോൾ ആ ഫ്രഷ് ആയ ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ജോലി, നോർമലി ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എത്ര നേരമാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അത് നല്ല മെഡിറ്റേഷൻ, നല്ല ഫോക്കസ് ഉള്ള ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി ആ ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ 10 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് നോക്കാം. 10 ദിവസം മിനിമം. അതായത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ആ വ്യക്തിയിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു നമ്മളെക്കുറിച്ചൊരു തോട്ട് വരും. നമ്മൾ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കിയാണ് എന്ത് ചെയ്തത്, ഫോട്ടോയിൽ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഫോട്ടോയിൽ മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ 2 കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി പറഞ്ഞു. അതിനുശേഷം നമ്മുടെ മനസ്സിൽ ആ ചിത്രം കൊണ്ടുവന്ന ശേഷം നമ്മൾ ആ വ്യക്തിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ നടുക്കത്തെ ഭാഗത്ത് നോക്കി കണ്ണടച്ച് ആ വ്യക്തി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു. ആ വ്യക്തി എൻ്റെ മുന്നിലിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ആ ഒരു പുരുവത്തിൻ്റെ നടുക്കുള്ള ആ ഒരു മധ്യഭാഗത്തേക്ക് നോക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ 4 അഫർമേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 അഫർമേഷൻ പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളറിയാതെ തന്നെ, അതായത് നമ്മൾ പറഞ്ഞു ഓക്കെ, നമ്മുടെ മൈൻഡും ആ പുള്ളിയുടെ അവിടെ ഒരു സോളും കൂടെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു. ആ ഒരു കണക്ഷനിൽ നിന്ന് അദ്ദേഹം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം, ചിലപ്പോൾ ചെറിയ ഈഗോ പ്രശ്നങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ വലിയ കാരണങ്ങൾ കൊണ്ടാവാം, നമുക്കറിയാൻ പറ്റില്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. പക്ഷേ ആ ഒരു വ്യക്തിയിൽ എന്തൊക്കെയോ പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും പല സമയങ്ങളിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ പല ചിന്തകളുണ്ടാകുന്നു. അതായത് ഞാൻ അവളെ ബ്ലോക്ക് ചെയ്യണ്ടായിരുന്നു, ഒന്ന് വിളിക്കാമായിരുന്നു എന്നുള്ള പല ചിന്തകൾ വരുന്നു. ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആയിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ പീരീഡ്സ് സമയത്തൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ പീരീഡ്സ് സമയത്ത് ചെയ്യുന്നതിനോ അങ്ങനെയൊന്നും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്കുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മൾ പീരീഡ് സമയം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വീക്കാവുന്ന സിറ്റുവേഷൻസാണ്. നമ്മുടെ ബോഡി ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. നമുക്ക് ഫോക്കസ് കുറേയൊന്നും കിട്ടാറില്ല. നമ്മൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ ബോഡി ഫോക്കസ് ചെയ്യുന്നില്ല, മൈൻഡ് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിനെ നമ്മൾ ബിലീവ് ചെയ്യുക. നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമ്മൾ കണ്ടിന്യൂസ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പറയുക. ബിലീവ്, റിസീവ് ആൻഡ് റിപ്പീറ്റ് എന്നാണ് പറയുന്നത്. വിശ്വസിക്കുക, ആ കിട്ടിയെന്ന് ചിന്തിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ താങ്ക് യു പറയുക. എപ്പോഴും എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു താങ്ക് യു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, കാമായിട്ടിരിക്കുക. മനസ്സിൽ താങ്ക് യു യൂണിവേഴ്സ്,
എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര പൊളൈറ്റായിട്ട്, ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇട്ടേച്ച് പോയവരാണെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയവരാണെങ്കിലും ആ ഒരു ഫോട്ടോ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണക്ഷനൊന്നുമില്ല, സ്റ്റിൽ കറൻ്റ്ലി ഇതുവരെ കണക്ഷനൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതായത് ആ ഒരു വ്യക്തി കുറച്ച് ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ നല്ല നേട്ടങ്ങളും പോസിറ്റീവൊക്കെ കാര്യങ്ങൾ തന്നിട്ട് പെട്ടെന്നൊരു നിമിഷം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കാണെങ്കിൽ കൂടിയും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബലം മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടാത്തതുകൊണ്ടാണ്. മാനിഫെസ്റ്റേഷൻ അതായത് മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഡിലേ ആവുന്നതുകൊണ്ടാണ്. ഈ ഡിലേ മാറി 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 ലാസ്റ്റ് സക്സസ്സിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു അഫർമേഷൻ മറക്കരുത്. നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, നീ എന്നെ ഇഷ്ടപ്പെടുന്നു, നീ എനിക്ക് മാപ്പ് നൽകുന്നു, ഞാൻ സന്തോഷവാനാകുന്നു. ഈ ഒരു 4 അഫർമേഷൻ ഉണ്ട്, സബ്മിനലാണ്. ഈ ഒരു അഫർമേഷൻ ഏറ്റവും പവർഫുള്ളാണ്. നിങ്ങളിത് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വലിച്ചു നീട്ടി ചിലപ്പോൾ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്താണ് എടുത്തു പോകുന്നത്. ഇവിടെ നല്ല മഴയും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. സൗണ്ട് ക്ലിയർ ആവുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ അഫർമേഷൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ അടുത്തത് പറഞ്ഞതെന്ന് നോക്കാനായിട്ട് നേരെ യൂട്യൂബിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും, ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഫോക്കസും പോകും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നിനക്ക് കുറച്ച് പാർട്ടുകളൊക്കെ ചിലപ്പോൾ ഞാൻ വലിച്ചു നീട്ടി പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീക്കിയിട്ട് ബാക്കി കണ്ടോ, എനിക്കത് പ്രശ്നമില്ല. നിങ്ങൾക്ക് എവിടെയാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന പാർട്ട് ആ പാർട്ട് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടോ. പക്ഷേ മാക്സിമം പല കാര്യങ്ങളും ഒഴിവാക്കാതെ കാണുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഞാൻ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകും, കാരണം വിട്ടുപോകുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് കയറി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻസ് മറക്കരുത്. ഈ അഫർമേഷൻസ് പ്രോപ്പറായിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ പോയ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ പോയ വ്യക്തി ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇനി നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പോയ റിലേഷൻഷിപ്പ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതുപോലെ ഈഗോ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം, മാനിഫെസ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഈഗോ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും, ഒരാളുടെ ബിഹേവിയർ നമുക്ക് മാറ്റാൻ പറ്റും, നല്ല രീതിയിലൊരു ബിഹേവിയർ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ കാലം നിലനിൽക്കില്ലെന്നാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക. നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് ആ പുള്ളിയെ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഉടനെ കാണാം. ബൈ.